വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ്, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ റോഡിൽ അനധികൃതമായി പാർക്ക് ചെയ്ത ഇരുചക്ര വാഹനങ്ങൾക്ക് പിഴയിട്ട് ഷൊർണൂർ പോലീസ്. ഒരു വാഹനത്തിന് 250 രൂപ എന്ന നിരക്കിൽ 25 വാഹനങ്ങൾക്കാണ് പോലീസ് പിഴ ചുമത്തിയത്. ബസ് സർവീസ് ഉൾപ്പെടെ നടത്തുന്ന ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്രധാന പാതയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി കഴിഞ്ഞ ദിവസമാണ് പോലീസ് റോഡരികിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണമെന്ന് ബോർഡ് സ്ഥാപിച്ചത്. എന്നാൽ പോലീസ് നിർദ്ദേശം മറികടന്ന് റോഡരികിൽ നിർത്തിയിട്ട 30ലധികം ഇരുചക്ര വാഹനങ്ങൾക്കാണ് പോലീസ് ഇന്നലെ പിഴയിട്ടത്. ഒരു വാഹനത്തിന് 250 രൂപ എന്ന നിരക്കിലാണ് പിഴ. പുതിയ റോഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷന്റെ മുൻവശം വരെ വാഹനങ്ങൾ നിർത്തിയിടരുത് എന്നാണ് പോലീസ് നിർദ്ദേശം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണത്തിന്റെ ഭാഗമായി തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് റോഡിൽ നിയന്ത്രണം കൊണ്ടുവന്നത്. വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിടുന്നത് ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. റെയിൽവേ സ്റ്റേഷന് 2 ഭാഗത്തായി വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ടെങ്കിലും വാഹനങ്ങൾ വഴിയിൽ നിർത്തിയിടുന്നത് കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അടുത്ത ദിവസങ്ങളിലും അനധികൃതമായി പാർക്കിംഗ് നടത്തുന്ന വാഹനങ്ങൾക്ക് പിഴ ചുമത്തുമെന്ന് പോലീസ് പറഞ്ഞു. CCV ന്യൂസ്, ഷൊർണൂർ.